നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. എല്ലാവരും സജ്ജനങ്ങളാട്ടോ, ആരും ഇപ്പൊ ദുർജനങ്ങൾ. നമ്മുടെ കണ്ണിൽ എല്ലാവരും സജ്ജനങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് സജ്ജനങ്ങൾ എന്ന് എടുത്തു പറയുന്നത്. ഇപ്പോ എല്ലാവരും അങ്ങനെ ആവണം എന്നാണ് നമുക്ക് ആവശ്യം, അല്ലെ? എല്ലാവരും സജ്ജനങ്ങളായി മാറട്ടെ എന്നാണ് നമുക്ക് പറയാം. അപ്പൊ നമ്മള് ഭഗവത്ഗീത പാരായണം 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 12-ാം ശ്ലോകത്തോടു കൂടിയിട്ടാണ് നിർത്തിയത്. ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരെല്ലാം കർമ്മങ്ങളുടെ ഫലസിദ്ധിയെ ഇച്ഛിച്ചിട്ട് കർമ്മം ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, എന്നാൽ മനുഷ്യലോകത്തിൽ വേഗം തന്നെ കർമ്മങ്ങൾക്ക് ബലം കിട്ടും. അതുകൊണ്ട് നമ്മൾ പറയാ നല്ല കർമ്മം ചെയ്യണം എന്ന് നമ്മൾ പറയാ. അപ്പോ പിന്നീട് വീണ്ടും അപ്പൊ ഇന്ന് നമുക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്നലെ ആയിരുന്നു തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം, അല്ലെ? ഞാനൊരു തൃശ്ശൂർക്കാരിയും കൂടിയാണ്. പാലക്കാട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ പാലക്കാട് താമസിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആക്ച്വലി എന്റെ ജന്മനാട്, ജനിച്ചതും വളർന്നതും എല്ലാം തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂർ പൂരം ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമാണ്, തൃശ്ശൂർക്കാരി എന്നുള്ള നിലയ്ക്ക്. പിന്നെ വേറൊരു വ്യത്യാസം കൂടി എല്ലാവരും പറയും, 31 വർഷം കല്യാണം കഴിഞ്ഞ് വന്നിട്ടും തൃശ്ശൂർ ഭാഷയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയും. വളരെ സന്തോഷം അതൊക്കെ കേൾക്കുമ്പോ. കാരണം നമ്മുടെ പാലക്കാട് ഭാഷ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അങ്ങനെ. പക്ഷെ അത് നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു നാടിനോടുള്ള ഒരു സ്നേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും പറയാറുണ്ട് എന്റെ ഭാഷയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല എന്ന്. ആ ഭാഷാ സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര സ്ഫുടമായി പറയാൻ ഭഗവാൻ എന്നെ ഇതിനൊക്കെ നിർമ്മിച്ചത്, അല്ലേ? അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ കഥ ഇന്ന് നമുക്ക് പറയണം. അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ഇന്ന് ആറാട്ടാണ്. ഇന്നലെ ആയിരുന്നു തൃശ്ശൂർ പൂരം. ഇന്ന് ആറാട്ടോടുകൂടി 10:30 11 മണിയോട് കൂടിയിട്ടുള്ള ഒരു പൂരത്തോടു കൂടി, ചെറുകിട പൂരത്തോടു കൂടി ഭഗവതിമാര് എന്താ പറയാ, ആനകള് വന്ന് പാറമേക്കാവിലും വടക്കുന്നാഥലിലും വന്ന് എന്താ പറയാ നമസ്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോകും ഇന്നത്തെ ദിവസം. പിറ്റേ ദിവസം പകൽപൂരം വളരെ ഗംഭീരാട്ടോ. ഇന്നത്തെ ദിവസത്തെ പകൽപൂരം കാണാൻ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കുകൊണ്ട് ചിലപ്പോ പണ്ട് കാലത്തൊന്നും സ്ത്രീജനങ്ങൾ അങ്ങനെ പോയിരുന്നില്ലേ. ഇപ്പൊക്കെ സ്ത്രീജനങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ മിക്കവാറും എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെ പിറ്റേ ദിവസത്തെ ഇന്നത്തെ ആറാട്ട് പൂരത്തിനാണ് കാണാൻ പോവാറുള്ളത്. അപ്പോ ഇന്ന് ആറാട്ടം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഗീത പറയാൻ പറ്റി എന്നുള്ളത് വേറൊരു സന്തോഷം. അപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യത്തോടുകൂടെ ഐതിഹ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇന്ന് നമുക്ക് 13-ാമത്തെ ശ്ലോകം ഭഗവാൻ തന്നെ പറയാണ്. എന്താ പറയുന്നത് 13-ാമത്തെ ശ്ലോകത്തില്? അർജുനനോട് ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. ഭഗവാൻ പറഞ്ഞു, ഏതൊരാളും മനുഷ്യജന്മത്തിൽ പിടിച്ചിട്ട് എല്ലാവരും കർമ്മം ചെയ്യണത് ബലം ഇച്ഛിച്ചിട്ടാ. അങ്ങനെ ബലം കിട്ടാൻ വേണ്ടി അവർ ഓരോ ദേവതകളെ സ്മരിക്കുമെന്ന് 12-ാമത്തിൽ പറഞ്ഞു. അപ്പൊ 13-ാമത്തിൽ ഭഗവാൻ പറയാണ്, ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അവരവരുടെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളും കർമ്മങ്ങളും ഉണ്ടാവൂലേ. നമ്മൾ ഏത് ഗർഭപാത്രത്തിലൂടെ വന്നു, ഏത് വംശ പരമ്പരയിലൂടെ നമ്മൾ വന്നു, ആ വംശത്തിന്റെ പാരമ്പര്യത്തിൽ നമ്മൾ ജീവിച്ചു പോവാ, ഇല്ലേ? അപ്പൊ ഞാന് ചാതുർവർണ്യം, അവരവരുടെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും അനുസരിച്ച് ഞാൻ ചാതുർവർണ്യം സൃഷ്ടിച്ചിരിക്കുന്നു അർജുന. അതിന്റെ കർത്താവ് ആ ചാതുർവർണ്യത്തിന്റെ കർത്താവ് തസ്യ കർത്താരമഭിമാ വിദ്യ കർത്താരമവ്യയം. എന്താണ്? അതിന്റെ കർത്താവാണെങ്കിലും നാശമില്ലാത്തവനായ എന്നെ അകർത്താവ് എന്നറിഞ്ഞാലും. ഭഗവാൻ എന്താണ്? കർത്താവുമാണ് അകർത്താവുമാണ്, അല്ലെ? നാശമില്ലാത്തവനുമാണ്, അല്ലെ? നമ്മൾ പറയുമല്ലോ. അപ്പോ ഭഗവാൻ പറയാണ്, ചാതുർവർണ്യം സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഞാന് ഈ ലോകത്തിന്റെ മനുഷ്യരുടെ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തരുടെ കർമ്മവും അവരുടെ ഗുണവിശേഷങ്ങളും അവരുടെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും അനുസരിച്ച് ചാതുർവർണ്യം ഞാൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ചാതുർവർണ്യം എന്നാല്? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോബിജാനാതി കർമ്മഭിർന സബധ്യതേ. എന്താ ഭഗവാൻ പറയുന്നത്? കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല. നമ്മളിപ്പോ എന്ത് കർമ്മം നമ്മൾ പറയില്ലേ, ഇപ്പൊ മറ്റുള്ളവർ കാണാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ ആരും കണ്ടിട്ടില്ലാണ്. പക്ഷെ ഒരാൾ കാണുന്ന ആളുണ്ടാകുന്നുണ്ട്. ആരും കണ്ടില്ലെങ്കിലും ഭഗവാൻ കാണുന്നുണ്ട്, ഈ പ്രകൃതി കാണുന്നുണ്ട്,
അല്ലെ? നമ്മൾ പറയും ഏത് ഭഗവാന്മാരെ നിങ്ങൾ വിചാരിച്ചാലും ഈ പ്രകൃതിയാണ് ഭഗവാൻ എന്ന് നമ്മൾ വിചാരിക്കണം. അതായത് സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്, നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വായു, ഇതെല്ലാം ഭഗവാന്മാരാ. നമ്മൾ കളിക്കുന്ന വെള്ളം, അതാണ് പഞ്ചഭൂതാത്മകം എന്ന് പറയുന്ന ഈ പ്രകൃതിയെ ആരാധിക്കണം എന്ന് നമ്മൾ പറയണത്. അപ്പൊ ഭഗവാൻ പറയാണ്, കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നും എന്നെ സ്പർശിക്കുന്നില്ല, എനിക്ക് കർമ്മബലത്തിൽ ആഗ്രഹവുമില്ല. ഭഗവാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു? ഭഗവാൻ എല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അർജുനന്റെ അഹങ്കാരം ശമിപ്പിച്ചു, നാരദരുടെ അഹങ്കാരം ശമിപ്പിച്ചു, ഉദ്ധവരുടെ അഹങ്കാരം, ഓരോരുത്തർക്കും അഹംഭാവം അഹങ്കാരം ഉണ്ടായിരുന്നു ഭഗവാന്റെ. സത്യഭാമയുടെ അഹങ്കാരം ഭഗവാൻ ശമിപ്പിച്ചു, ഗരുഡന് അഹങ്കാരം ഉണ്ടായിരുന്നു, ഭഗവാന്റെ സുദർശന ചക്രത്തിന് അഹങ്കാരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവനവന്റെ ആ ഒരു കഴിവിൽ അഹങ്കാരം. ഗരുഡ ഗർഭഭംഗം എന്ന് പറയുന്ന കഥകളിയിൽ കണ്ടിട്ടുണ്ട് നമ്മള്. കഥകളി, നല്ല കഥകളിയിലൊക്കെ ഗരുഡ ഗർഭഭംഗം ഒരു പ്രത്യേകമായിട്ട് കഥകളിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഭഗവാന്റെ ആ ഒരു കഥകളാണ്. ഗരുഡന്റെ ഗർഭം ശമിപ്പിച്ചതാണൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഈ 14ാമത്തെ ശ്ലോകത്തില് അർജുനനോട് പറഞ്ഞു കൊടുക്കാണ്, ന മാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹം. ഞാന് കർമ്മങ്ങൾ എന്നെ സ്പർശിക്കില്ല, അതുപോലെ തന്നെ കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹവുമില്ല. ഇതിമാം യോഭിജാനാദി, ഇപ്രകാരം എന്റെ യാഥാർത്ഥ്യം ആരറിയുന്നുവോ കർമ്മഭിർന സബധ്യതേ, എന്താണ്? അവർ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ, ഈശ്വര ചിന്തയേതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ. ഈ ശ്ലോകം ചൊല്ലുമ്പോ അതാണ് എനിക്ക് ഓർമ്മ വരിക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്, എനിക്ക് ഇതിന് ഇത്ര കർമ്മം എന്താ കിട്ടുക, ഇത് അവരെന്താ ചെയ്യുക, ഇവരെനിക്ക് എന്താ തരിക എന്നുള്ളതെല്ലാം നമ്മൾ ചെയ്യേണ്ട. കർമ്മം നമ്മൾ നല്ലപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഭഗവത് കഥകൾ പ്രചരിപ്പിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഭാഗവതം കേൾക്കുക, ഭാഗവത പാരായണത്തിൽ പങ്കെടുക്കുക. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രവണം നടത്താൻ പറ്റുമോ, വായിക്കാൻ പറ്റുമോ, കഥകൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ, ഗീത, ഭഗവത്ഗീത ബുക്ക് പ്രചരിപ്പിക്കാൻ പറ്റുമോ, ഗീത ഓരോരുത്തരിലേക്കും എത്തിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഇത് കേൾക്കുന്നതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്യൂ. ആരെങ്കിലും 1 or 2 പേരോ അത് കാണട്ടെ. നിങ്ങളുടെ കയ്യിൽ ഒരു ബട്ടൺ ഒന്ന് അമർത്താൻ വേണ്ടു. അല്ലാതെ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഇരുന്ന് പകർത്തി എഴുതി ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇന്നത്തെ കാലത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് 1 or 2 പേരോ അതൊന്ന് വായിച്ചാൽ അവർക്ക് അതിന് എന്തെങ്കിലും ഒരു ജ്ഞാനം, ആത്മജ്ഞാനം, കർമ്മബലത്തെ ഫലത്തെക്കുള്ള ഭഗവാന്റെ നാമത്തെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പറയണം, ഭഗവാൻ കർമ്മബലത്തിൽ എനിക്ക് ആഗ്രഹമില്ല, ആരുടെ കർമ്മവും എന്നെ സ്പർശിക്കുന്നുമില്ല. ഈ വിചാരം ഇപ്രകാരം എന്റെ യാഥാർത്ഥ്യം ആരറിയുന്നുവോ അവർ കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെടുന്നില്ല അർജുന എന്ന് 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. 15ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ വീണ്ടും അർജുനനോട് പറയാണ്, ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവതരം കൃതം. ഭഗവാൻ വീണ്ടും എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. അർജുനന് കുറച്ച് മനസ്സിലായില്ല, സംശയം ചോദിക്കാൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ വീണ്ടും പറഞ്ഞു, 15ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഏവം ജ്ഞാത്വാ കൃതം കർമ്മ, ഇപ്രകാരം അറിഞ്ഞുകൊണ്ട് സത്യാന്വേഷികൾ പോലും കർമ്മം അനുഷ്ഠിക്കും. അതായത് പൂർവ്വവൈരവി മുമുക്ഷുബി, മുമുക്ഷു എന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിക്കുന്നവർ. അതുകൊണ്ട് അവരാൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മം, ഈ മുമുക്ഷുക്കൾ, നല്ലവരായ യോഗികളായ ജനങ്ങൾ, ഈ കർമ്മം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മുമുക്ഷികൾ, കുരു കർമ്മൈവ തസ്മാത്വം പൂർവതരം കൃതം. എന്താണ് അർത്ഥം? അവരാൽ അനുഷ്ഠിക്കപ്പെട്ടു പോന്ന കർമ്മയോഗം നീയും പിന്തുടരൂ അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നിന്റെ കർമ്മം ഇവിടെ എന്താണ്? യുദ്ധം ചെയ്യൂ അർജുന. നീ ഇങ്ങനെ വൈകല്യവും പിടിച്ച് അയ്യോ ഞാൻ ആകെ തളർന്നൂലോ, ഈ യുദ്ധക്കാലത്തിൽ തളർന്നിരിക്കാതെ, ബന്ധുമിത്രാദികളെ നോക്കാതെ നിന്റെ കർമ്മം നീ ചെയ്യുന്ന കർമ്മത്തിൽ നീ ഫലം ഇച്ഛിക്കരുത് അർജുന. നിന്റെ പൂർവ ജന്മത്തിലുള്ളവരും നിന്റെ മുൻഗാമികളും എന്ത് ചെയ്തുവോ അവരെ നീ പിന്തുടര് അർജുന. നീയും അപ്പോൾ എന്ത് വേണം? കർമ്മം ചെയ്യുക, കർമ്മഫലം ഇച്ഛിക്കരുത്. നീ ഇപ്പൊ യുദ്ധം ചെയ്യേ, അതിനുശേഷം വരുന്നത് ജയമോ തോൽവിയോ അതൊന്നും നീ
ഇപ്പൊ ചിന്തിക്കണ്ട എന്ന് 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. 16ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ പറഞ്ഞു, കിം കർമ്മ കിമ കർമ്മേതി കവയോപ്യത്ര മോഹിതാഃ യത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. എന്താ പറയുന്നത് ഭഗവാൻ? ഇനിയിപ്പോ കർമ്മം എന്ത്, അകർമ്മം എന്ത്, അതാണ് കിം കർമ്മ കിമ കർമ്മേതി. കർമ്മം എന്ത്, അകർമ്മം എന്ത് എന്ന് നിശ്ചയിക്കുന്നതിന് കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി. ജ്ഞാനികൾ പോലും വിഷമിക്കുന്നു. അർജുനനും സംശയം വന്നു, നിങ്ങൾക്കും എനിക്കൊക്കെ സംശയം വന്നു. കർമ്മം എന്ത്, അകർമ്മം എന്ത് അല്ലെ? എന്താണ് നമ്മൾ പറയാ? കർമ്മക്രിയ, കർമ്മകക്രിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് മലയാളം പഠിക്കുന്ന സമയത്ത് അല്ലെ. കർമ്മം എന്താ? കർമ്മമുള്ള ക്രിയ, കർമ്മമില്ലാത്ത ക്രിയ, കർമ്മം അല്ലെ. അപ്പൊ എന്താ ഈ കർമ്മം അകർമ്മം എന്നത്? കിം കർമ്മ കിമ കർമ്മേതി കവയോപ്യത്ര മോഹിനാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസ്യോ ശുഭാത്. എന്താ പറയുന്നത്? യാതൊന്നറിഞ്ഞാൽ അശുഭത്തിൽ നിന്നും മുക്തനാകുന്നുവോ? അതായത് ഞാൻ ചെയ്യുന്ന കർമ്മം നല്ല കർമ്മമാണോ, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദ്വേഷമില്ലാത്തതാണോ എന്നുള്ള ആ ബോധത്തോടു കൂടി കർമ്മം ചെയ്യുന്നവൻ നല്ല കർമ്മികളും, ഈ കർമ്മം ചെയ്താൽ മറ്റുള്ളവർക്കും എനിക്കും തന്റെ വംശത്തിനും കുലം മുടിയാനും കാരണമാകും എന്നുള്ളത് ആ കർമ്മം എന്നറിഞ്ഞ് പ്രവർത്തിക്കാൻ ആ മുക്തൻ ആ കർമ്മത്തെ നിനക്കു ഞാൻ പറഞ്ഞു തരാം. അതാണ് ഈ 4ാമത്തെ അധ്യായമായ എന്താണ് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ ഭഗവാൻ കർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് കർമ്മം? സകർമ്മകം അകർമ്മകം എന്താണ്? അപ്പോ അർജുനന് വന്ന സംശയം, എനിക്കും നിങ്ങൾക്കും നമ്മളെല്ലാവരും അർജുനന്മാരാണ്, നമുക്കൊക്കെ സംശയം വരും. അപ്പൊ ഭഗവാൻ വീണ്ടും പറഞ്ഞു കൊടുക്കാണ്, കിം കർമ്മ കിമ കർമ്മേതി കഥയോപ്യത്ര മോഹിത. കർമ്മം എന്ത് അകർമ്മം എന്ത് എന്ന് നിശ്ചയിക്കുന്നതിന് ജ്ഞാനികൾ പോലും വിഷമിക്കുന്നു. ജ്ഞാനികൾക്കും കൂടി ചിലപ്പോ ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവർക്കും കൂടി ചിലപ്പോ എന്താ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് അത് വിഷമിക്കും. അപ്പോ യാതൊന്നറിഞ്ഞാൽ യത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസോ ശുഭ. യാതൊന്നറിഞ്ഞാൽ അശുഭത്തിൽ നിന്നും മുക്തനാകുന്നുവോ, അതായത് അശുഭം വരുന്ന കർമ്മങ്ങളൊന്നും ചെയ്യരുത്, ചെയ്യുന്ന കർമ്മം മുഴുവൻ ശുഭമായിരിക്കണം എന്നുള്ള ആ ബോധമുള്ള ജ്ഞാനികൾ ആ കർമ്മം എന്ത് അത് നിനക്ക് ഞാനിപ്പോ പറഞ്ഞു തരാം അർജുന എന്ന് ഭഗവാൻ ജ്ഞാനകർമ്മ സന്യാസി യോഗത്തില് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ജ്ഞാനകർമ്മ സന്യാസി യോഗത്തിലെ 17ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ വീണ്ടും പറയുന്നത്? കർമ്മണോഹ്യഭി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. എന്താ 17ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്? എന്തെന്നാൽ കർമ്മസ്വരൂപം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കർമ്മം അങ്ങോട്ട് വിട്ടാണ് അങ്ങോട്ട് പോയി ചെയ്യരുത്. ആ കർമ്മത്തിന്റെ അവസ്ഥ, ആ ഒരു സ്ഥിതിവിശേഷം, അതിനുണ്ടാകുന്ന അത്രശക്തി അനന്തര ബലം കൂടി അറിഞ്ഞിട്ട് വേണം കർമ്മം ചെയ്യാം. ആ കർമ്മസ്വരൂപം മനസ്സിലാക്കേണ്ടതുണ്ട്. കർമ്മണോ ഹ്യഭി ബോദ്ധവ്യം, ബോധ്യം വേണം. ഞാൻ ചെയ്യുന്ന കർമ്മം എന്താണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്യുന്നവൻ അതാണ്. എന്നാൽ കർമ്മസ്വരൂപം മനസ്സിലാക്കേണ്ടതുണ്ട്. ബോദ്ധവ്യം ച വികർമ്മണഃ, എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുടെ സ്വഭാവവും അറിയേണ്ടതുണ്ട്. ഇന്നത്തെ പുതുതലമുറ യുവജനതയ്ക്ക് വേണ്ട ശ്ലോകമാണ് ഈ 17ാമത്തെ ശ്ലോകം. ഈ MDMA പോലുള്ള മയക്കമരുന്നുകളുടെ പിന്നാലെ പോകുന്ന ഈ കപട ലോകത്ത് തിരിച്ചു കൊണ്ടുപോകുന്ന സജ്ജന സംസർഗം. അതുകൊണ്ടാണ് നമ്മൾ പറയാ വേണം സജ്ജനങ്ങളുമായി കൂടിച്ചേരുമ്പോ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് പോവാതിരിക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയണം ഇന്നത് ചെയ്താൽ ഇന്ന ഭവിഷ്യത്താണ് ഉണ്ടാവുക. ഇതൊരാൾ അറിഞ്ഞില്ലെങ്കിലും മുകളിൽ ഈശ്വരൻ കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്നത്. അച്ഛനും അമ്മയുമാണ് കാണപ്പെട്ട ദൈവം. അവര് നമ്മളെ വളർത്തി വലുതാക്കുമ്പോ അങ്ങനെയുള്ള ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടാവാനാണ് നമ്മളെ അമ്പലങ്ങളിൽ ഗീതാ പഠന ക്ലാസ്സുകൾ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ അമ്പലങ്ങളും ഇപ്പോഴും കുറെ അമ്പലങ്ങളിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഗീത പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ബോധ്യം വരും, ബോധമുണ്ടാവും എന്നാണ് പറയാ. ജ്ഞാനകർമ്മ സന്യാസി യോഗത്തിലെ 17ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തില് മനസ്സിലാക്കേണ്ട ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളും കർമ്മത്തിന്റെ ഗതിയും അറിയണം. പിന്നെന്താണ്? കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിന് കർമ്മത്തെയും ആര് കാണുന്നുവോ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. കർമ്മം എന്ന് അകർമ്മം എന്ന് നിശ്ചയിക്കാൻ എന്തെന്നാൽ കർമ്മസ്വരൂപം മനസ്സിലാക്കേണ്ടതുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുടെ സ്വഭാവവും അറിയേണ്ടതുണ്ട്. കാരണം കർമ്മത്തിന്റെ ഗതി അറിയാൻ പ്രയാസമാണ്. ശരിയല്ലേ?
കർമ്മത്തിന്റെ ഗതി ഇപ്പൊ നമ്മൾ പറയും യുവജനങ്ങള് ഇപ്പൊ ഈ മയക്കുമരുന്ന് അതുപോലെയുള്ള പാന്തരാഗ് പോലെയുള്ള ചവച്ച് ചിലപ്പോ മിഠായി ഒക്കെ കഴിച്ച കുട്ടികൾക്ക് 2 തവണ ഒരു മിഠായി കഴിച്ചാൽ പിന്നീട് അവർ ആ മിഠായിക്ക് വേണ്ടി ആ കടയിലേക്ക് പോയിട്ടൊക്കെ അങ്ങനെയാണ് ഇത്ര കുട്ടികളെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തണത്. അപ്പൊ അവര് വീട്ടിൽ നിന്ന് മോഷണം ആരംഭിക്കും. പൈസ വേണം, ഇത് കിട്ടണം, ഈ മിഠായി കഴിച്ചിട്ട് അവർ ക്ലാസ്സിൽ പോയിരിക്കും. ടീച്ചർമാർക്കാണെങ്കിൽ അറിയില്ല ഇവരെന്താ കഴിച്ചിട്ട് ഇതൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ. അപ്പൊ ഇപ്പൊ എന്താണ് ഗവൺമെന്റ് പറയുന്നത്? സ്കൂളുകളല്ല, ഗവൺമെന്റ് സ്കൂളുകൾ അടക്കം. പണ്ടൊക്കെ എങ്ങനെയാണ് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അവരെ ഗേറ്റ് തുറന്നിടൂല്ലേ? അപ്പൊ ഇന്റർവെല്ലായ നമുക്ക് ഓടി പോവാൻ, നമ്മൾ മിഠായി വാങ്ങി പിന്നെ ഐസ്ക്രീമും ഐസ് ഫ്രൂട്ടൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ തിരിച്ചു വരും. അന്നത്തെ കാലത്ത് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പോ കാലത്ത് 10 മണിക്ക് ഗേറ്റ് അടച്ചാൽ പിന്നീട് കുട്ടികളെ പുറത്തേക്ക് വിടാത്ത ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ഇപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞു. എന്നിട്ടു പോലും പ്രൈവറ്റ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം ഈ മയക്കമരുന്ന് ഉപയോഗങ്ങള്, അശ്ലീലം കാണുന്ന പരിപാടികള്, മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങള്, ദുരുപയോഗങ്ങള്, കുട്ടികളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കല്, എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ഈ കർമ്മഫലം അറിഞ്ഞിട്ടാണെങ്കിൽ ആ സകർമ്മവും അകർമ്മവും എന്താണെന്ന് അറിഞ്ഞ കുട്ടികൾ ഇതിന്റെ പിന്നാലെ പോവോ? ഇതിനൊരു ഉദാഹരണത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. 18ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറഞ്ഞു, കർമ്മണ്യ കർമ്മയ പശ്യേ അകർമ്മണി ച കർമ്മയാ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിന് കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാകുന്നു. കണ്ടോ? നമുക്ക് മനസ്സിലാകണം, ഈ കർമ്മം ചെയ്താൽ ഇതിന്റെ അനന്തരഫലം നല്ലതോ ചീത്തയോ. അതാണ് കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമാണി ച കർമ്മയ. അപ്പോ അങ്ങനെയുള്ള അവനാണ് ബുദ്ധിമാൻ. അത് അർജുനനുള്ളൊരു പൊട്ടാണ് ഭഗവാൻ. നീ ഇങ്ങനെ ബുദ്ധികെട്ടവനായിട്ട് മൂഢനായിട്ട് ഇരിക്കരുത്. നിനക്ക് അറിയണം, കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാകുന്നു. ആ സത്യദർശി എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ചെയ്യുന്നവനുമാകുന്നു. അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. അവനാണ് സത്യാന്വേഷി. അവൻ എന്ത് ചെയ്യും? എല്ലാ കർമ്മങ്ങളും, അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ചെയ്യുന്നവനുമാകുന്നു. ഇത് അർജുനനൊരു ബോധോദയം വരാൻ വേണ്ടി ഭഗവാൻ പറയാൻ, നമുക്ക് ഓരോരുത്തർക്കുമുള്ള ബോധത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയണം നമ്മൾ ചെയ്യുന്ന കർമ്മം സകർമ്മമാണോ അകർമ്മമാണോ. അതറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഭക്തി ആദ്യം ഉണ്ടാവണം. ഭക്തി വന്നു കഴിഞ്ഞാൽ ജ്ഞാനവും വൈരാഗ്യവും നമ്മുടെ പിന്നാലെ വരുന്ന ഈ ജ്ഞാന വൈരാഗ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സൽബുദ്ധി വരും, സമഭാവന വരും, സകർമ്മം ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ വരും, തെറ്റിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു മനോബലം, മനോനിയന്ത്രണം വരും. ഇതെല്ലാമാണ് ഗീത പഠിച്ചാൽ, ഇതുപോലുള്ള സദ്ഗ്രന്ഥങ്ങൾ പഠിച്ചാല്, ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താല് എല്ലാം നമുക്ക് പാഠശാലകളിൽ പോയിട്ട് പഠനശാലകളിൽ പോയാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പൊ സനാതന ധർമ്മം പറയുന്നത് എന്താണ്? ഗീത പഠിക്കൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഗീത. ഭഗവത്ഗീതയിൽ അർജുനൻ നിൽക്കുന്ന ആ നിൽപ്പാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ജീവിത യാത്രയിൽ ഓരോരുത്തരും അർജുനന്മാരാണ്. അപ്പൊ ഭഗവാനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ആ ഗുരുവിന്റെ മുഖത്ത് നിന്ന് എന്താണോ വരുന്നത് അത് നമ്മള് പറയാനും പ്രവർത്തിക്കാനും ശീലമാക്കാനും ആചരിക്കാനും വേണം. നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ ഋഷീശ്വരന്മാര് നമ്മളോട് പറഞ്ഞിരുന്നത് സത്യം വദ ധർമ്മം ചര. ഇപ്പൊ നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ ആചാരം. അപ്പൊ നമ്മൾ ഭക്തി വരുമ്പോ ഈ ഭക്തി മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ വരെ ആചരിച്ചിരുന്നു എന്നാ പറയുന്നത്. അദ്ദേഹം യോഗ അഭ്യസിച്ചിരുന്നു, പ്രാണായാമം ചെയ്തിരുന്നു, പ്രാതകർമ്മങ്ങള് സന്ധ്യാകർമ്മങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു, പൂജിച്ചിരുന്നു, നാമങ്ങൾ ചൊല്ലിയിരുന്നു, ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു. അപ്പൊ അതുപോലെ ആചരണം, നമ്മുടെ ആചരണത്തിലൂടെ നമുക്ക് എന്ത് വരുള്ളൂ? ഭക്തിയെ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ഭക്തി ഉണ്ട്, എനിക്ക് ഭഗവത് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഓരോരോ ആചരണങ്ങളുണ്ട്. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, കാലത്ത് എണീച്ച് കിടക്കയിൽ നിന്ന് എണീച്ച് വരുമ്പോ തന്നെ കൈകൾ ഇങ്ങനെ നിവർത്തി വെച്ച് നമ്മളെ കൈയിന്റെ അഗ്രത്തിലുള്ള നമ്മൾ പറയും ആ കരാഗ്രേ വസതേ ലക്ഷ്മീ കരമധ്യേ സരസ്വതി കരമൂലേ സിതാ ഗൗരി പ്രഭാതേ കരദർശനം. അതിനുശേഷം നമ്മള് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം
പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ ഇടത് കാല് നിലത്ത് കൂട്ടിയിട്ട് ഭൂമി ദേവിയെ. അപ്പൊ നമുക്ക് ആർക്കും ഭൂമി ദേവിയെ ഓർമ്മ തന്നെ ഇല്ല. ഈ ഭൂമിക്ക് ഭാരം നമ്മൾ ഭാരം കൊടുക്കുകയാണ് ഭൂമിക്ക്. അപ്പൊ ആ ഭൂമി ദേവിയെ ഒന്ന് സ്മരിച്ചു, പ്രകൃതിയെ ഒന്ന് വണങ്ങി, നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം, കാറ്റ്, അതിനെ ഒന്ന് വണങ്ങാൻ. നമുക്ക് എത്ര പേർക്ക് ഓർമ്മ, നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തികളിലും ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് കർമ്മവും അകർമ്മവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാന് ഇന്നത്തെ ഈ 17 ശ്ലോകത്തിൽ ഞാൻ അങ്ങനെ നിർത്തുകയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു, കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാകുന്നു. ആ സത്യദർശി എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ചെയ്യുന്നു. 18 ശ്ലോകത്തോടു കൂടി നമുക്ക് നിർത്താം. അപ്പൊ ഇന്നത്തെ ദിവസം തൃശ്ശൂർ പൂരത്തിന്റെ പ്രാധാന്യം, ഇന്നലെ കഴിഞ്ഞു തൃശ്ശൂർ പൂരം, ആറാട്ടോടുകൂടി ഇന്നത്തോടുകൂടി പൂരം അവസാനിക്കുകയാണ്. അപ്പോ ഈ തൃശ്ശൂർ പൂരം 200 വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ, അപ്പൊ നോക്കൂ, പൂരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പൂരാണ്. മനുഷ്യരായി ജനിച്ച, നിങ്ങൾ ഏത് ഭാഗത്ത് ഇരുന്നവരാണെങ്കിലും ഒരു തവണയെങ്കിലും തൃശ്ശൂർ പൂരം കാണണം എന്നാണ് പറയാ. എന്താണ് തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യം എന്ന് വെച്ചാല്, 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജഭരണം, ഈ നാടുവാഴികളെ ഭരിക്കുന്ന സമയത്ത് പണ്ട് ഏറ്റവും വലിയ പൂരം, ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ആറാട്ടുപുഴ പൂരത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ആറാട്ടുപുഴ പൂരത്തിലെ എന്താണ്, ആ പൂരത്തിൽ കഴിഞ്ഞിട്ടുള്ള എണ്ണ, ആറാട്ടുപുഴ പൂരത്തിന്റെ എണ്ണ ഉപയോഗിച്ച് 100 തൃശ്ശൂർ പൂരം നടത്താം എന്ന് പണ്ടൊരു പഴമ പറയൂത്രേ. ആറാട്ടുപുഴ പൂരത്തിന് ഇവിടെ നിന്നുള്ള ചെറുകിട പൂരങ്ങളെല്ലാവരും പോവാറുണ്ട് ആറാട്ടുപുഴ പൂരത്തിന്. അങ്ങനെ 10-12 ദേശത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ആറാട്ടുപുഴ പൂരത്തിലേക്കാണ് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ അങ്ങനെ പോകുമ്പോ നല്ല കാറ്റും മഴയും കോളും വന്ന സമയത്ത് ഇവർക്ക് സമയത്തിന് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോ അവിടുത്തെ പൂരം ഇവരെ വെയിറ്റ് ചെയ്യാതെ തന്നെ അവിടുത്തെ തമ്പുരാൻ നടത്തി. അതില് ദേഷ്യം വന്ന ശക്തൻ തമ്പുരാൻ എന്ത് ചെയ്തു, ഇവിടെ പൂരം പുതിയതായി സൃഷ്ടിച്ചു. അങ്ങനെ വടക്കൻനാഥന്റെ മുമ്പില് പൂരത്തിന്, അപ്പൊ ശക്തൻ തമ്പുരാൻ എന്ത് പറഞ്ഞു, ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയത്. അദ്ദേഹം പറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എന്താ പറയാ ഘടകപൂരങ്ങളായിട്ട് 5 ദേശങ്ങളെ പറമേക്കാവിനും 5 ദേശങ്ങളെ തിരുവമ്പാടിക്കും കൊടുത്തു. അങ്ങനെ 10 ചെറിയ പൂരങ്ങൾ വന്ന് നെയ്തലക്കാവ് ഭഗവതി, അങ്ങനെയുള്ള ഓരോരോ അമ്പഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭഗവതിമാരെല്ലാവരും കൂടി വന്നിട്ടാണ് പറമേക്കാവിന് 5 ദേശക്കാര്, തിരുവമ്പാടിക്ക് 5 ദേശക്കാര് വടക്കുംനാഥന്റെ മുമ്പിൽ നിന്ന് പൂരം ആഘോഷിക്കാൻ ഇന്ന് കാണുന്ന പൂരത്തിന്റെ എല്ലാ പുതുമയോടും കൂടിയിട്ട് പരിഷ്കരണം നടത്തിയത് ശക്തൻ തമ്പുരാനാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ പിന്നീട് ആറാട്ടുപുഴ പൂരത്തിന് പ്രശസ്തി ഇല്ലാതായി. പിന്നീട് എല്ലാവരും തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ടായി. പക്ഷെ ആറാട്ടുപുഴ പൂരത്തിന്റെ ആ ഒരു, നമ്മൾ പറയൂലോ, പണ്ടുള്ള ഐതിഹ്യമൊന്നും ഇപ്പോഴും നിന്നിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് ഇതിന്റെ കഥ, ഇതിന്റെ പിന്നിലുള്ള കഥ, ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യം അല്ലേ. നമ്മളപ്പോ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, എന്താണ്, നാഥാ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ, പൂരമെനിക്കൊന്നു കാണണം കാന്ത. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. അത് എന്താണ്, അത്രയും മഹത്തായ ഒരു പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പൂരം എന്നൊക്കെ പറയും നമ്മൾ. തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടിയുടെയും പറമേക്കാവിന്റെയും നേതൃത്വത്തിലാണ് വടക്കുംനാഥനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ തൃശ്ശൂര് തെക്കിൻകാട് മൈതാനത്തില് എന്താ പറയാ രാജാക്കന്മാരിൽ രാജാവായിട്ട് ആരാണിരിക്കുന്നത്, ശ്രീ പരമേശ്വരനും പാർവതീ ദേവിയിലെ വടക്കുംനാഥന്റെ മുമ്പിലാണ് തൃശ്ശൂർ പൂരം നടക്കുക. വെടിക്കെട്ട് അതിൽ ഗംഭീരമാണ് വെടിക്കെട്ട്. അപ്പോ അവിടെ ജാതി മത ഭേദമില്ലാതെയാണ് തൃശ്ശൂർ പൂരം കൊണ്ടാടുക. നമ്മൾ പറയും തൃശ്ശൂർ പൂരം പറമേക്കാവ് വടക്കുംനാഥൻ ആനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഹിന്ദുക്കളുടെ പൂരമാണോ, നല്ലേ അല്ല. തൃശ്ശൂർ പൂരം അവിടെയുള്ള ഓരോ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഏതൊക്കെ ജാതികളുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു വർണ്ണ വിവേചന ബുദ്ധി ഇല്ലാതെ എല്ലാവരും ഒരേപോലെ
ഒരേ കുടക്കീഴിൽ അണിനിരക്കുന്ന തൃശ്ശൂർ പൂരം. അപ്പൊ ഇന്നത്തെ ആറാട്ട് ദിവസം, ഇന്നത്തെ പൂരം കൊടിയിറങ്ങി ഇന്ന് പൂരത്തിന്റെ സമാപ്തി കുറിക്കുന്ന ഈ ദിവസം തന്നെ നമുക്ക് ഇന്ന് ഗീത പറയാൻ പറ്റിയത്, ഭഗവാന്റെ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ ഈ ശ്ലോകങ്ങൾ പറയാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.